പകൽ സമയങ്ങളിലൊക്കെ മറഞ്ഞിരുന്ന് രാത്രി സമയങ്ങളിൽ രാപ്രയാണം നടത്തി അതാ നജ്റാനിൽ എത്തപ്പെട്ടിരിക്കുകയാണ് ആര്? മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം. യാക്കൂബ് കന്നാനിൽ നിന്നും സ്ഥലം വിട്ട് നജ്റാനിൽ എത്തിയെന്ന് മാത്രമല്ല, അമ്മാമൻ്റെ വീട് തേടിപ്പിടിച്ച് അവിടെ എത്തി ലിബാനെ വീട് അന്വേഷിച്ചുകൊണ്ട് ലിബാനെ സമീപിച്ചിരിക്കുകയാണ്. ലിബാന് യാക്കൂബ് ചെന്നപ്പോൾ വളരെ സന്തോഷമായി. കാരണം ലിബാനാകെ 2 പെൺകുട്ടികളാണുള്ളത്. ആടുകളാണെങ്കിൽ ലിബാന് കുറേ കണ്ടമാനം ആടുകളുണ്ട്. ആടുകളൊക്കെ മേക്കാനൊരു തുണയായല്ലോ, ഒരു ആൺകുട്ടിയായല്ലോ എന്നുള്ള നിലക്ക് ലിബാന് വളരെ സ്വീകരണം നൽകിക്കൊണ്ട് തന്നെയാണ് യാക്കൂബ് നബി യാക്കൂബിനെ സ്വീകരിച്ചത് എന്ന് മാത്രമല്ല, അങ്ങനെ അമ്മാവൻ്റെ കൂടെ ആടുകളെയും മേയിച്ച് കാട്ടിലൊക്കെ പോയി ആടുകളൊക്കെ മേച്ച് അങ്ങനെ സുന്ദരമായി കൊണ്ട് ആ കാലം അങ്ങനെ കഴിച്ചു കൂട്ടുകയാണ് മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ യാക്കൂബ് അമ്മാവനോട് കൂടെ കഴിച്ചുകൂടുകയാണ്. ഈ സമയം ഒരു ദിവസം വേവലാതി ഒരു സംഭവം യാക്കൂബിനോട് അമ്മാവൻ പറയുകയാണ്. എന്താണ് എന്ന് കവി തന്നെ പറയട്ടെ. ഇരിക്കുന്നേ കാലം ലിബാനും നേബിയോടുത്ത് എൻ്റെ കിണറ്റിൽ വെള്ളമില്ലാതെ മടുത്ത്. ആ സമയത്താണ് യാക്കൂബ് എന്തോ ഒരു പ്രത്യേകതകൾ യാക്കൂബിലുണ്ടെന്ന് മനസ്സിലാക്കിയ അമ്മാവൻ ഒരു ദിവസം യാക്കൂബിനെ വിളിച്ച് പറഞ്ഞു, അല്ല കുട്ടിയെ, നമ്മളെ കിണറ്റിൽ ആടുകൾക്ക് വെള്ളം കൊടുക്കാനുള്ള വെള്ളമല്ല, ഇനിയിപ്പോൾ എന്താ കാട്ടുക? അപ്പുറത്താണെങ്കിൽ ഒരു പൊട്ടക്കിണറൊക്കെ ഉണ്ട്, വെള്ളം ഉണ്ടായില്ല, പക്ഷേ ഒഴിഞ്ഞ് ശൂന്യമായി കിടക്കുകയാണ്. അപ്പോൾ എന്താ ഇനി ചെയ്യുക? വെള്ളം കിട്ടിയാൽ അയിത്ത വെള്ളം കൂടി കിട്ടുകയാണെങ്കിൽ സാറായിരുന്നു. ആ സമയത്ത് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം എന്ത് ചെയ്തെന്നറിയുമോ? മടുപ്പാഞ്ഞെന്നൂത്തപ്പോൾ തങ്ങൾ കിണറ്റിൽ തുപ്പി വാളിയാൽ വേണ്ടോളം കോരിക്കോ എന്നും ചെപ്പി. അങ്ങനെ ഉടനെ തന്നെ എവിടെയാണ് ആ പൊട്ടക്കിണറെന്നും പറഞ്ഞ് അങ്ങോട്ട് നടന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട അമ്മാവൻ കാണിച്ചു കൊടുത്തതുപോലെ പൊട്ടക്കാറ്റിൻ്റെ അടുത്ത് വന്നിട്ട് യാക്കൂബ് നബി അലൈഹിസ്സലാം അതിലേക്ക് വന്നാണ് തുപ്പി. നമ്മളാ തുപ്പിണിച്ചെങ്കിൽ അപ്പോൾ പിന്നെ കുഷ്ഠരോഗക്കാരാ വെള്ളത്തിൽ വരിക. ഇത് യാക്കൂബ് നബി ആയതുകൊണ്ടേ അല്ലാഹു സുബ്ഹാനഹു വ തആല മാനുഷികമായ കഴിവുകളൊക്കെ കൊടുത്ത ആളുകളല്ലേ. അപ്പോൾ അതുകൊണ്ട് തുപ്പിയപ്പോൾ വെള്ളം മേപ്പിട്ട് പൊങ്ങി വന്നു എന്നാണ്. നമ്മളുള്ള വെള്ളം കൂടിയും തുപ്പിയാൽ പോകും, നമ്മൾ തുപ്പുകയാണെങ്കിൽ ഉള്ള വെള്ളം കൂടി ഇറങ്ങി പോകും. ഇത് യാക്കൂബ് നബി അലൈഹിസ്സലാം തുപ്പിയ മേപ്പിട്ട് വെള്ളം കയറി വന്നു എന്ന് മാത്രമല്ല, ആടുകൾക്ക് കണ്ടമാനം വെള്ളം കൊടുത്തു എന്ന് മാത്രമല്ല, ഇങ്ങനെ ഒരു അത്ഭുതകരമായ സംഭവവും കൂടി അമ്മാവൻ യാക്കൂബിൽ നിന്ന് കണ്ടപ്പോൾ